ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അതിർത്തിയിൽ ഭീകരമായ പോരാട്ടം നടന്നു. അപ്പോൾ ഞാൻ കാണുന്നത്, സാറും കണ്ടു കാണാം, കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു പരിപാടിയിൽ വേടൻ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ വന്നില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ഇങ്ങനെ സങ്കടപ്പെട്ടും ബഹളം വെക്കുന്നു. അതിർത്തിയിൽ യുദ്ധം നടക്കുകയാണ്, ഇവിടെ വേടൻ എവിടെ, ഞങ്ങളുടെ വേടൻ എവിടെയെന്ന്. അപ്പോൾ കേരളത്തിലുള്ള ആളുകളുടെ ധാരണ യുദ്ധമൊന്നും മലയാളിയെ ബാധിക്കത്തില്ല. നമുക്കൊന്നൊരു പ്രശ്നം, അത് അതിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് വടക്കല്ലേ, നമ്മൾ അവിടെ ആളുകൾ മരിക്കട്ടെ, നമുക്ക് വേടനോ കാടനോ ഒക്കെ ആരെങ്കിലും വരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവമാണ് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് പോലും ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ മുമ്പ് 71-ലാണല്ലോ അവസാനം യുദ്ധം ഉണ്ടായത്, ഫുൾ സ്കെയിൽ വാർ, കാർഗിൽ മാറ്റി വെച്ചാൽ. അപ്പോൾ അന്നൊക്കെ ഈ അതിനു മുമ്പ് നടന്ന യുദ്ധങ്ങളിലും രണ്ടാം ലോക മഹായുദ്ധം ഉൾപ്പെടെയുള്ള കാലമുണ്ട്. അപ്പോൾ സാറിനോട് എനിക്ക് വളരെ ചോദിക്കാനുള്ള ചോദ്യം, ഈ എപ്പോഴെങ്കിലും യുദ്ധം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. എങ്ങനെ? 1965 64 തുടങ്ങുന്ന യുദ്ധം, ചൈനീസ് യുദ്ധം. ചൈനീസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഫുൾ ബ്ലാക്ക് ഔട്ടാക്കി കേരളത്തിൽ, കൊച്ചിയിലേക്ക്. കേരളത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം, എനിക്ക് കൊച്ചിയാണ് അറിയാവുന്നത്. 6 മണി കഴിഞ്ഞാൽ, 6 മണിക്ക് മുൻപായിട്ട് എല്ലാവരും ആഹാരം എല്ലാം കഴിച്ചു. അന്ന് ഈ ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് എല്ലായിടത്തും മണ്ണെണ്ണ വിളക്കാണ്. പക്ഷേ 6 മണിക്ക് മുൻപായിട്ട് എല്ലാവരും ആഹാരം കഴിച്ചിട്ട് 6 മണി കഴിയുമ്പോൾ കംപ്ലീറ്റ് ഇരുട്ടിൽ, മണ്ണെണ്ണ വിളക്കിൽ ഒരു വിളക്കും കത്തിക്കാതെ കംപ്ലീറ്റ് ഇരുട്ടിൽ എല്ലാവരും കഴിഞ്ഞിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കന്ന് കഷ്ടി 9-10 വയസ്സ്. ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല. എനിക്കന്ന് 9-10 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അന്ന് ഒരു സംഭവം കൊച്ചിയിലുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൊച്ചി തുറമുഖം അന്നൊരു പോയിന്റ് ഓഫ് അറ്റാക്കാണ്. ഇന്നും അതെ, കൊച്ചി തുറമുഖം ഇപ്പം നേവൽ ബേസ് ഒന്നും ഇല്ല അല്ലേ? നേവൽ ബേസ് ഉണ്ട്, അന്നുണ്ട് നേവൽ ബേസ് ഒക്കെ ഉണ്ട്. അതും ഒരു പ്രശ്നമാണ്, സൈനിക കേന്ദ്രം. അതുകൊണ്ട് കൊച്ചി എന്ന് യുദ്ധം വന്നാലും കൊച്ചി ഒരു സേഫ് സ്ഥലമല്ല. യുദ്ധം വന്നു കഴിഞ്ഞാൽ കടലിലൂടെ വന്നിട്ട് കൊച്ചിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കേരളവും അതിർത്തി സംസ്ഥാനം തന്നെയാണ്, അതിർത്തി സംസ്ഥാനമാണ്, കടലിൻ്റെ അതിർത്തിയാണ്. അതൊന്നും ഇവർക്കറിയില്ല. ഇപ്പം പിന്നെ വേറൊരു കാര്യം, നമുക്ക് വിഴിഞ്ഞവും കൂടി വന്നേക്കണതിൻ്റെ പേരിൽ അത് ഡിവൈഡ് ചെയ്ത് പോകും. കൊച്ചി മാത്രമായിട്ട് നിൽക്കില്ല, തിരുവനന്തപുരത്ത് വിഴിഞ്ഞവും കൂടി വന്നേക്കണ പേരിൽ ഡിവൈഡ് ചെയ്ത് പോകാം. അന്ന് ഒരു ഷെല്ല് വന്ന് മുളകുകാട് വീണ്, നമ്മുടെ വൈപ്പില്ല അല്ല, ഈ മുളകുകാട് ഈ കാണുന്ന ബോൾഗാട്ടി, അന്നിപ്പോൾ ഐലൻഡ് ആണല്ലോ, എല്ലാ ഐലൻഡാണ്. അപ്പോൾ വലിയ സൈറൺ കേട്ട് രാത്രി, വലിയ സൈറൺ. അന്ന് അപ്പോൾ ഒരു മരക്കഷ്ണം എല്ലാവർക്കും തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അതെന്തത്? അതായത് ഈ സൈറൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ മരക്കഷ്ണം കടിച്ച് പിടിച്ചിട്ട് വേണം വീട്ടിലിരിക്കാനായിട്ട്. എന്തിനാ? ബോംബ് പൊട്ടുമ്പോഴുള്ള സൗണ്ടും അതിന് ആ സമയത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ പല്ലിന് പ്രശ്നം വരും, നമ്മുടെ ഇങ്ങനെ പിടിക്കട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മരക്കഷ്ണം കൂടി തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. ഒരു സോഫ്റ്റ് മരക്കഷ്ണം, വീഞ്ഞപ്പലകയുടെ കഷ്ണമാണ് തന്നിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല സ്മെല്ലുണ്ടായിരുന്നു, വീഞ്ഞയുടെ ഒരു മണമുണ്ടല്ലോ, ആ മണമൊക്കെ ഉള്ളത്. ഇത് കടിച്ചിട്ടൊക്കെയാണ് അങ്ങനെ വലിയ സൈറൺ കേട്ട് എല്ലാവരും ഭീതിയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. സാറത് മുളകുകാടാണ് താമസിക്കുന്നത്? അതെ, ഒന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് അറിയുന്നത്, പട്ടാള ക്യാമ്പിൽ ബോംബ് വീണെന്ന് കേൾക്കുകയാണ്. പൊട്ടിയില്ല. അല്ല, മുളകുകാടൊക്കെ പട്ടാള കേക്ക് നിങ്ങൾ ധൃതി വെക്കല്ലേ. മുളകുകാട് ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു 2ാം ലോക മഹായുദ്ധകാലത്ത്. അത് ശരി. ആ പട്ടാള ക്യാമ്പ് പിന്നീട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടായിട്ട് മാറി. മുളകുകാടത്തെ എല്ലാ ഫുട്ബോൾ മത്സരങ്ങളും നടക്കുന്ന ഗ്രൗണ്ട് അതായിരുന്നു. ഇപ്പോൾ അത് പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുകയാണ് ആ സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരു ഷെല്ല് വന്ന് വീണ്. ഈ ഷെല്ല് വീണ സ്ഥലത്തൊരു ഷെല്ല് പൊട്ടിയില്ല. കാരണം ചതുപ്പല്ലേ. ചൈന അന്നും അങ്ങനെയാണ്, ചൈനയുടെ സ്ഥാനം വീണ പൊട്ടൂല. ഷെല്ല് വീണിട്ട് പൊട്ടിയില്ല. സൈന്യം അടുത്ത ദിവസം രാവിലെ അവർ ലൊക്കേറ്റ് ചെയ്ത് കണ്ട്, ഇവിടുന്ന് ആരൊക്കെ അറിയിച്ച് അവർ ലൊക്കേറ്റ് ചെയ്ത് വന്ന് അവരിത് എടുത്തുകൊണ്ട് പോയി. അവിടെ ഒരു കുഴി മാത്രം ബാക്കി അവശേഷിച്ചു. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഈ കുഴി കാണാൻ വേണ്ടി പോവുകയും മാഷ് തല്ലുകയും ചെയ്തു. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം ഉറപ്പായിട്ട് നമ്മൾ പോകും, നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അന്ന് മുതലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചി
യുദ്ധത്തിൻ്റെ ഒരു ടാർഗറ്റാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ചൈനയുടെ ഷെല്ല് വീഴണമെങ്കിൽ വെടിവെച്ച വിമാനം കൊണ്ടിടണം. വിമാനം കൊണ്ടുവന്ന് ഇട്ടതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആക്യുറസിയുടെ പ്രശ്നമുണ്ട്. അതെ, ഇത്രയും കൃത്യമായ കാരണം GPS സംവിധാനം അവിടെ ഇട്ടിട്ട് ഇവിടെ വന്നാണ് വീണത്. അല്ല, എന്നാലും ഇത് വിമാനം ഇത്രയും ഫ്ലൈ ചെയ്ത് വന്നില്ലേ? ഫ്ലൈ ചെയ്ത് വന്നിട്ടാണ് ഇത് ഇട്ടേക്കണത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വല്ല വിമാനവാഹിനി കപ്പലിൽ നിന്ന് വന്നിട്ടായിരിക്കും ഇട്ടേക്കണം. എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അന്ന് ഇതുപോലെ വാർത്തകളൊന്നും അറിയാനുള്ള സാധ്യതയില്ലല്ലോ. ആകാശവാണിയിലെ ഇംഗ്ലീഷ് ന്യൂസിലാണ് ഇത് വരിക. അന്നൊരു വലിയ ഗുണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ആകാശവാണിയുടെ ഇംഗ്ലീഷ് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകില്ല. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ന്യൂസ്. കാരണം ആ വായിക്കുന്നവന് ഒരു കാര്യം വളരെ നിർബന്ധമുണ്ട്, കേൾക്കുന്നവന് ഒരു കാരണവശാലും ഇത് മനസ്സിലാകരുത്. ഇതേ സിസ്റ്റം ഈ ദൂരദർശൻ തുടങ്ങിയപ്പോഴും ഉണ്ടായിരുന്നു. എന്തൊരു ടണ്ടൻ എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു, അശോക് ടണ്ടൻ മറ്റോ പേര് കേട്ടിട്ടുണ്ട്, കണ്ട ഓർമ്മയില്ല. അയാളെന്തോ ഈ ഇതില്ലേ നമ്മുടെ ഈ ഇതില്ലേ ഈ പളുങ്ക് മണി വായിലിട്ടിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് ഇംഗ്ലീഷ് പറയുക. എന്താണ് അയാൾ പറഞ്ഞെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് ആ നീതു രവീന്ദ്രനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒന്നും മനസ്സിലാകില്ല. ആ രീതിയിൽ അന്നത്തെ ആകാശവാണിക്കാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇത് ആർക്കും മനസ്സിലാകരുന്ന നിലയ്ക്കേ പറയുള്ളൂ. ആരെങ്കിലും ഒരാൾ കേട്ട് മനസ്സിലാക്കിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളാണ് അന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാവരുടെ വീട്ടിലും റേഡിയോ ഉണ്ടോന്നില്ല. റേഡിയോ അന്ന് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. റേഡിയോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടു. റേഡിയോക്ക് ലൈസൻസ് ഉണ്ട്. 15 രൂപ പഞ്ചായത്തിൽ കെട്ടിയെടുക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്. 15 രൂപ പഞ്ചായത്തിൽ കെട്ടിയാലേ റേഡിയോക്ക് ലൈസൻസ് കിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, റേഡിയോ ഉള്ള വീടുകളുടെ പ്രത്യേകത ഈ ഓടിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് ഒരു ഏരിയയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ടാകും. ആ ഏരിയയിലുള്ള വീടുകളെയൊക്കെ വളരെ ആരാധനയോട് കൂടി നമ്മൾ നോക്കിയാണ്. കാരണം അവിടെ റേഡിയോ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അത് ശരി. പക്ഷേ അവിടെ റേഡിയോ ഉണ്ടെങ്കിലും മലയാള വാർത്തകളല്ലാത്ത വാർത്തകളൊന്നും നമുക്കങ്ങനെ മനസ്സിലാകില്ല. പലപ്പോഴും ഈ എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ചലച്ചിത്ര ഗാനങ്ങൾ, നാടകങ്ങൾ, പിന്നെ ഈ ഇത് റേഡിയോ ആവിഷ്കാരങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് 10 മണി കഴിയുമ്പോഴേക്ക് ഇനി കഥകളി പദം കേൾക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും റേഡിയോ ഓഫ് ചെയ്തിട്ട് പോകും. ഞാൻ ഓർക്കുന്നുണ്ട് ഈ മർഫി എന്ന് പറഞ്ഞൊരു കമ്പനി, മർഫിയാണ് ഒരു കുട്ടിയുടെ ട്രാൻസിസ്റ്റർ റേഡിയോ ഇറക്കിയത്. ഈ മർഫിയുടെ ഒരു റേഡിയോ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് വാൽവ് റേഡിയോ ആയിരുന്നു. അത് അതിനകത്ത് ഇങ്ങനെ 2 ലൈറ്റ്, വാൽവിനകത്ത് ലൈറ്റ് കത്തും. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ നെറ്റ് പോലൊരു സാധനം അത് പൊക്കിയിട്ട് ലൈറ്റ് കത്തുന്നത് കാണാൻ, അടിയുടെ പെരുന്നാളായിരുന്നു. അതോടുകൂടി ആ റേഡിയോ തീർന്നു കിട്ടി. അപ്പം ഇങ്ങനെയുള്ളൊരു കാലം. ആ കാലത്ത് അപ്പം അന്ന് മുതൽ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഒരു കാര്യം അറിയാം, യുദ്ധം വന്നു കഴിഞ്ഞാൽ കൊച്ചിയെ ബാധിക്കുമെന്ന്. അതിനുശേഷം പിന്നെ 71 യുദ്ധത്തിലും ഇവിടെ ബ്ലാക്ക് ഔട്ടായിരുന്നു. 71 യുദ്ധത്തിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. 71 യുദ്ധകാലത്തും ഇതുപോലെ തന്നെ ഉള്ള ബോംബ് ഭീഷണികളുണ്ടായിരുന്നു. പക്ഷേ 71 യുദ്ധം അത് അന്ന് ഇവിടെ ഇരുന്ന ഒരാൾ രഹസ്യമായിട്ട് വിവരം ചോർത്തി കൊടുത്തു എന്നും പറഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് നേവിയിൽ നിന്ന്. ഇവിടെ നേവൽ ബേസ് ഉണ്ടല്ലോ, ആ നേവൽ ബേസിലുണ്ടായിരുന്ന ഒരാൾ എന്തോ ഇതിൻ്റെ സുപ്രധാനമായ അത്രയും നമുക്ക് അന്ന് അറിയാൻ പാടില്ല വിവരം ചോർത്തി കൊടുത്തതിൻ്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ടും നേവിയും എല്ലാം കൂടി ഉള്ള കൊച്ചി ഇനിയുള്ള യുദ്ധകാലത്തും ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ വന്നു കഴിഞ്ഞാൽ വലിയ ഭീഷണിയിലാണ് കൊച്ചി. വലിയ ഭീഷണി. അന്നത്തേൽ ഇപ്പോൾ LNG വന്നു, ദുബായ് പോർട്ട് വന്നു, നേവൽ ബേസ് ഉണ്ട്, പോർട്ടുണ്ട്, റിഫൈനറികളുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചി വളരെ അപകടകരമായിട്ടുള്ള യുദ്ധം വന്നു കഴിഞ്ഞാൽ കൊച്ചി ഒട്ടും സേഫ് അല്ല. ഇപ്പം തിരുവനന്തപുരവും അല്ല. ഇതിപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അത് കാരണം ഈ യുദ്ധം വന്നപ്പോഴൊക്കെ പിന്നെ അവരാണല്ലോ, അവർ മരിക്കട്ടെ എന്നുള്ളതാണ്. ഗുജറാത്തികളും യു പിക്കാരും ഒക്കെ മരിക്കട്ടെ, അത് നമുക്കെന്താണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ ഈ യുദ്ധം കൊച്ചിയെ ബാധിക്കും എന്നുള്ള കാര്യത്തിലും കേരളത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അന്ന് യുദ്ധത്തിൻ്റെ കെടുതിയുണ്ട്. അരി കിട്ടാനില്ല, പഞ്ചസാര കിട്ടാനില്ല, മരുന്ന് കിട്ടാനില്ല. ഇന്ന് യുദ്ധത്തിൻ്റെ കെടുതിയില്ല, മണ്ണെണ്ണ കിട്ടാനില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട് സാർ, അന്നത്തെക്കാളും ഉപരി നമ്മുടെ രാജ്യം വല്ലാതെ വികസിച്ചു. ഇപ്പോൾ ഈ പാകിസ്ഥാൻ
ഇത്രയും ആധുനികമായ ആയുധങ്ങൾ അവർ അമേരിക്കയുടെ F-16, ചൈനയുടെ JF-17 ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അവരുടെ ഒരു സാധനവും നമ്മുടെ അതിർത്തി കടന്ന് വന്നില്ല. അല്ല, എനിക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് തോന്നിയത് ഈ ആ പ്രിസിഷനാണ്. 9 അറ്റാക്ക് നടത്തിയതിലെ പ്രിസിഷൻ. അത് നമ്മൾ അങ്ങോട്ട് നടത്തി. പക്ഷെ ഇങ്ങോട്ട് അവരയച്ച ഡ്രോണുകൾ പ്രതിരോധിക്കാനും കഴിഞ്ഞു, എല്ലാം പ്രതിരോധിക്കാനും കഴിഞ്ഞു. ആ പ്രിസിഷൻ അന്ന് അൺതിങ്കബിളാണ്. അതെ, ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് കൃത്യമായിട്ട് കൊണ്ടുവന്നിടാൻ പറ്റും. പിന്നെ ഒരു ബോംബ് വീണാൽ തീരാവുന്നതേ ഉള്ളൂ കൊച്ചി. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. ഇത് യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ കമൻ്ററി കേൾക്കുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഇതിന് ആഘോഷം, വള്ളംകളി കാണുന്ന പോലെ. അല്ല, മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം വന്ന് യുദ്ധത്തെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാനായിട്ട് ഇവർക്ക് എന്ത് കോമ്പിറ്റൻസി ഉണ്ട്? യുദ്ധം എങ്ങനെ നടക്കണമെന്ന് ഇവർക്കറിയാമോ? അല്ല, അത് കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിച്ച ശരിയായില്ലെന്നാ പറയുന്നത്. അല്ല, അത് എനിക്കൊരു അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കൽ സാഹിത്യ പരിഷത്ത് ഹാളിൽ വെച്ച്, സാഹിത്യ പരിഷത്തല്ല, അക്കാദമി ഹാളിൽ വെച്ച് തൃശ്ശൂർ വിപ്ലവകാരികളെല്ലാം കൂടിയിട്ട് സച്ചിദാനന്ദൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. സായുധ വിപ്ലവത്തിലൂടെ രാജ്യം പുരോഗതിയിലേക്ക് പോകണം, അതാണല്ലോ തിയറി. അപ്പോൾ കോവിലൻ പങ്കെടുത്തിരുന്നാണ്. കോവിലൻ ചോദിച്ചു, എത്ര പേർക്ക് തോക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിച്ചു. സായുധ വിപ്ലവകാരികളാണല്ലോ. എനിക്ക് 16 ആയുധങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന പരിശീലനം കിട്ടിയിട്ടുള്ളൊരു പട്ടാളക്കാരനാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ചും ഒന്നും അറിയില്ല, നമ്മുടെ ആയുധ ശക്തിയെക്കുറിച്ചും അറിയില്ല. പിന്നെ നിങ്ങൾ വിപ്ലവം നടത്താൻ, ആയുധ സമരം നടത്താൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. ആ രീതിയിലാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാനെ ഒരു കാരണവശാലും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാനാണ് അവർ വന്നത്. വാങ്ങിക്കാവുന്നതിൻ്റെ പരമാവധി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയതാണ്. തറവാട്ടിൽ നിന്ന് എടുക്കാവുന്നതിൻ്റെ മുഴുവൻ എടുത്തതിന് ശേഷം തറവാട് ബോംബ് വെച്ച് തകർക്കണം എന്ന ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നവരാണ് പാകിസ്ഥാനികൾ. പോയി കഴിഞ്ഞും അവർക്ക് കുറച്ച് കോടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഗാന്ധി സമരം ചെയ്യാതെ കൊടുപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നിരന്തരമായി നമ്മെ ദ്രോഹിക്കുന്ന സമീപനമാണ് പാകിസ്ഥാൻ എന്നും എടുത്തിട്ടുള്ളത്. എന്നും, ത്രൂ ഔട്ട് ലൈഫ്. ഇപ്പോഴതൊരു തെമ്മാടി രാജ്യമാണ്. അതെ, കാരണം ആ സൈന്യം 3 വിഭാഗമായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഈ മുനീർ എന്ന് പറഞ്ഞ കക്ഷിയുടെ കൂടെ ഒരു വിഭാഗമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, അതിതീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങളായ സൈനികർ സംഘടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണത്. ഒരു താലിബൻ ഇതാണ്. അവർക്ക് ഇവിടുത്തെ എല്ലാ തീവ്രവാദ സംഘവുമായി ബന്ധമുള്ളവരാണ് അവർ. വിശേഷിച്ചും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. ഇവിടെ അവർ ഭയങ്കര ജനാധിപത്യവാദികളാണ്. അല്ല, ഇവിടെ ഭയങ്കര ജനാധിപത്യവാദികളാണ്. കേരളത്തിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവരിലൊരാൾ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് വരെ അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാശ് കൊടുക്കുന്ന കാരണം പലരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കാശാണല്ലോ പ്രധാനം. കാശ് കിട്ടുന്ന കാരണം പലരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്, സാഹിത്യകാരന്മാർ വിശേഷിച്ചു. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വിഭാഗമാണ് മുനീറിൻ്റെ കൂടെ ഉള്ളത്. വേറൊരു വിഭാഗമുണ്ട്, അവർ മറ്റങ്ങേരോടാണ് പിന്തുണ കൊടുക്കുന്നത്. ആർക്ക്? നമ്മുടെ ക്യാപ്റ്റൻ, ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഇമ്രാൻ ഖാൻ എന്നല്ലേ? ഇമ്രാൻ ഖാനാണ് പിന്തുണ കൊടുക്കുന്നത്. വേറൊരു വിഭാഗം മറ്റേയാൾക്കാണ് പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ സൈന്യം അവിടെ ഡിവൈഡഡാണ് 3ആയിട്ട്. പിന്നെ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിരൂക്ഷമായ മരുന്ന് ക്ഷാമം, ഭക്ഷ്യക്ഷാമം, പാൽക്ഷാമം ഒക്കെ ഉണ്ട് അവിടെ. ഈ ആട്ടിറച്ചി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരുടെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണമാണ്. നമ്മളിവിടെ മാട്ടിറച്ചി എന്നൊക്കെ പറയുന്നത് പോലെ ആട്ടിറച്ചിയാണ് അവർക്ക്. അതിന് വേണ്ടി 250 രൂപയോ മറ്റോ ആയെന്നാണ് പറയണം ഒരു കിലോയ്ക്ക്. 2800 രൂപ മറ്റോ ഒരു കിലോ ഒക്കെ ആയെന്നാണ് പറയണം. അപ്പോൾ ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, അട്ടർ ലോലെസ്നെസ്സാണ് ആ രാജ്യത്ത്. ഈ അവസ്ഥയിലും അവർക്ക് ശത്രുത ഇന്ത്യയോടും ആണെന്നുള്ളതാണ്. അതെ അതെ, ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശത്രുത ഉപയോഗിക്കുന്നത്. ഇതെല്ലാം മറക്കാം, പക്ഷേ തീരില്ല അതുകൊണ്ടൊന്നും.
പിന്നെ എന്നും അവരുടെ കൂടെ നിന്നിട്ടുള്ള രാജ്യമാണ് ചൈന. അതെ. ചൈന ഇന്ന് ഇന്ത്യക്കെതിരായ ഒരു രാജ്യമല്ല. ചൈന എന്നും പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. ഇന്നും പാകിസ്ഥാൻ്റെ കൂടെയാണ് ചൈന നിൽക്കുന്നത്. അതിന് മാറ്റമില്ല. പക്ഷേ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ലോകത്ത് ദ്രോഹിക്കുന്ന രാജ്യം ചൈനയാണ്. അതെ. ഉയ്ഗുർ മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഏറ്റവും കൂടുതൽ അവരെ ദ്രോഹിക്കുന്ന രാജ്യം ചൈനയാണ്. അവിടെ ഈ പറഞ്ഞ രീതിയിൽ മതസ്വാതന്ത്ര്യമൊന്നുമില്ല, ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ അതൊന്നും ഇവർക്ക് ബാധകമല്ല. മുസ്ലിം താല്പര്യമെന്ന് ഇവർ പറയുമെങ്കിലും, മുനീർ പറയുമെങ്കിലും, ചൈനയുടെ താല്പര്യമാണ് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത, എപ്പോഴും ചതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അയൽക്കാരനാണ് പാകിസ്ഥാൻ എന്ന കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അല്ല, നമ്മുടെ കേരളത്തിലൊഴികെയുള്ള ആളുകൾക്കൊക്കെ ആ ബോധ്യമുണ്ട്. കേരളത്തിൽ, തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ അത് വളരെ പെട്ടെന്ന് സമാധാന പ്രേമികളായി. അതെ അതെ, സമാധാന പ്രേമികളായി. ഒന്ന്, യുദ്ധം പ്രഖ്യാപിക്കുന്നത് വ്യക്തിയല്ല, രാജ്യമാണ്. അത് യുദ്ധത്തിൻ്റെ പ്രാഥമികമായ കാര്യമാണ്. കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈഡിപ്പസ് അറ്റ് കൊളോണസ് ആൻറ്റിഗണി, ഈ 2 നാടകങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. രാജ്യമാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഈഡിപ്പസ് ട്രിലിജി, ആ ഈഡിപ്പസ് ട്രിലിജി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും എന്താണ് അതിൻ്റെ. യുദ്ധം പ്രഖ്യാപിക്കുന്നത് രാജ്യമാണ്, രാജാവല്ല. രാജ്യം യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ സമാധാനം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തോടൊപ്പം നിൽക്കുന്നതാണ് യുദ്ധകാലത്ത് സമാധാനത്തിൻ്റെ അർത്ഥം. അതെ. When a country is engaged in a war, peace in times of war means to stand by the country in which you belong. നിങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നതാണ് യുദ്ധകാലത്തെ സമാധാനം എന്ന് പറയുന്നത്. ആ സമയത്താണ് ചില സാഹിത്യ ജീവികൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ മാനവികതയ്ക്കും സമാധാനത്തിനും വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുന്നത്. അത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കൂടി മനസ്സിലാക്കണം. അതെ അതെ. ഞാൻ ചോദിക്കട്ടെ, വർഗശത്രുവിനെ ആയുധമെടുത്ത് അവനെ വകവരുത്തി അവൻ്റെ വംശനാശം വരുത്തി സ്ഥാപിക്കേണ്ടതാണ് കമ്മ്യൂണിസം എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ വക്താക്കൾ എന്ന് തുടങ്ങിയാണ് സമാധാന പ്രേമികളായിട്ടുള്ളത്? പറയട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല നടത്തിയിട്ടുള്ളൊരു വിഭാഗമല്ലേ കമ്മ്യൂണിസ്റ്റുകാർ? ചൈനയിൽ, റഷ്യയിൽ, ലോകത്തെമ്പാടും. ചൈനയിൽ, സോവിയറ്റ് യൂണിയനിൽ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ചിലിയിൽ, ക്യൂബയിൽ, വിയറ്റ്നാമിൽ, എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വർഗവഞ്ചകർ എന്ന് മുദ്രകുത്തി അവരുടെ തന്നെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാത്തത്? ആ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന MA ബേബിയും അനുചരന്മാരുമാണ് ലോകസമാധാനത്തെക്കുറിച്ച് പറയുന്നത്. അല്ല, ഇവരൊക്കെയാണ് യുദ്ധം നടക്കുമ്പോഴും നമ്മുടെ യുവതലമുറ അതേക്കുറിച്ചൊന്നും ആശങ്കപ്പെടാതെ രാത്രിയിൽ പെൺകുട്ടികൾ എവിടെ ഞങ്ങളുടെ വേടൻ എന്ന് നോക്കി നിലവിളിക്കുന്നത്. അവർക്ക് വേണ്ട പിന്തുണയും കൊടുത്തിട്ട് ഇവരിയ്ക്കുകയാണ്. അതാണ്. വേടൻ പാട്ട് പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്കും അറിയാതല്ല. നല്ല പാട്ടായിരിക്കാം. ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ വേടൻ എന്നുള്ള പേര് കേൾക്കുന്നത് കുറ്റസമ്മതത്തോട്. ഇപ്പോൾ അതൊരു കുറ്റമാണെങ്കിൽ കുറ്റം സമ്മതിക്കുകയാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ടുകാരനുണ്ടെന്ന് അറിയണം. എൻ്റെ കുഴപ്പമിരിക്കാം. അതെ. കാരണം ഞാനത് കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഒന്ന് റാപ്പ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല. അതും കൂടി ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതി ഇല്ലാത്തവരത് ആസ്വദിക്കട്ടെ. പക്ഷേ അദ്ദേഹം നന്നായിട്ട് പാട്ട് പാടും എന്നുള്ളത് അദ്ദേഹം നടത്തി എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ന്യായീകരണമല്ല. അതെ. വേടൻ ഏറ്റവും അധസ്ഥിതനാണ്. അല്ല, അതുകൊണ്ട് അവൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അല്ല, അധസ്ഥിതന് തെറ്റ് ചെയ്യാമെന്ന് ആര് പറഞ്ഞു? ഇത് ബ്രാഹ്മണിക്കൽ ആർഗ്യുമെൻ്റാണ്. അതെ. ബ്രാഹ്മണൻ ഏറ്റവും മെച്ചപ്പെട്ടവനാണ്, അതുകൊണ്ട് അവൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പോലെ തന്നെയല്ലേ ഇവൻ ഏറ്റവും താഴെയുള്ളവനാണ്, അതുകൊണ്ട് ഇവൻ്റെ തെറ്റും ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ തെറ്റ് ക്ഷമിക്കപ്പെടാത്തതായിട്ട് ആരുണ്ട്? ഇതിനിടയിലുള്ളവരുണ്ടെന്നാ. അതെ അതെ. എന്തൊരു വിഡിത്തമാണ് ആ ആർഗ്യുമെൻറ്റ്. വേടനെ ശിക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വേടനല്ല ആരായാലും ശിക്ഷിക്കപ്പെടണം.
അയാൾ പാട്ട് പാടും എന്നുള്ളതൊരു വലിയ എക്സ്ക്യൂസാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? പാട്ട് പാടും എന്നുള്ളതൊരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് പോലും ഞാനത് കരുതുന്നില്ല. കാരണം നമുക്ക് വേണ്ടി ഈ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ജീവിത യോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന മനുഷ്യ കർമ്മമാണ് സാംസ്കാരിക പ്രവർത്തനം. നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത് അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനില്ലേ, അവനത് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പാട്ട് പാടാൻ പറ്റില്ല. അവിടെ പോയിട്ട് നിന്ന് ജിഞ്ചിൽ ജിൽ ജിൽ എന്ന് കൊണ്ട് ആട്ടമാടാൻ പറ്റില്ല. അവനാണ് സംസ്കാരം നടത്തി, അവനാണ് സാംസ്കാരിക പ്രവർത്തകൻ. അവൻ്റെ സംസ്കാരം ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി റോഡ് കെട്ടുന്നവൻ, കാണ ക്ലീൻ ചെയ്യുന്നവൻ, അവനൊക്കെ ഉള്ളതിൽ കവിഞ്ഞ മഹത്വം ഒരു പാട്ടുകാരനുമില്ല, ഒരാട്ടക്കാരനുമില്ല, ഒരു കവിക്കുമില്ല, ഒരു നർത്തകനുമില്ല, ഒരു സിനിമാക്കാരനുമില്ല. അതെ അതെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കണം. അല്ലാതെ അയാൾ പാട്ട് പാടുന്ന ഒരുത്തനാണ്, അതുകൊണ്ട് അവൻ കുറ്റം പാടില്ല എന്ന് പറയണത് എന്തൊരു വൃത്തികേടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.